സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ഫ്രൂട്ടാണ്. ഇത് ഏഷ്യൻ പെയർ എന്നാണ് പറയണത്. പിന്നെ ആപ്പിൾ പെയർ എന്നും പറയും. കണ്ടു കഴിഞ്ഞാൽ റെസറ്റഡ് ആപ്പിൾ പോലെയുണ്ട്, പക്ഷേ ആപ്പിളല്ല, ഇത് പെയറാണ്. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഫീച്ചറൊക്കെ പറയുകയാണെങ്കിൽ ഫൈബർ കൂടുതലുണ്ട്, പിന്നെ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റാമിൻ സി, പിന്നെ വിറ്റാമിൻ കെ, പിന്നെ പൊട്ടാഷ്യം, പിന്നെ കോപ്പറിൻ്റെ ഒരു സോഴ്സാണ്, ഗുഡ് സോഴ്സ് ഓഫ് കോപ്പർ. അതാണ് ഇമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയണത്. പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഒക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ ട്രഡീഷണലി ഇത് ഈ റെസ്പിറേറ്ററി അസുഖങ്ങൾക്കാണ് കൊടുത്തിട്ടിരിക്കുന്നത് ഫോക്ക് മെഡിസിനിൽ. ഫോക്ക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ട് ചൈന, ജപ്പാൻ, കൊറിയ അവിടെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ മറ്റേ ജാർഖണ്ഡിലൊക്കെ ഇതിൻ്റെ തൈ കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചിട്ട് അവിടെയൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഫലം പുറപ്പെടുപ്പിച്ചത്. അപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ, കൃഷിക്കാർ പറയണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വളമോ ശ്രദ്ധയൊന്നും വേണ്ടെന്നാണ് പറയണത്, ഇഷ്ടംപോലെ ഉണ്ടാവും എന്ന് പറയണം. പിന്നെ ഇതിൻ്റെ ഈ പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് ഗുണം പറയുകയാണെങ്കിൽ സ്റ്റഡീസൊക്കെ നടന്നേക്കണമെന്നല്ല, ഏതൊരു സ്റ്റഡിയിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ എയർ പൊല്യൂഷൻ കൊണ്ട് റെസ്പിറേറ്ററി കംപ്ലൈൻ്റ് ഉള്ളവർക്ക് ഇത് കൊടുത്തപ്പോൾ നല്ല വ്യത്യാസം വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സ്റ്റഡീസിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സബർജല്ലി, അത് മധുരമേറിയ സബർജല്ലി എന്ന് വേണമെങ്കിൽ പറയാം. സബർജല്ലി മധുരം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അത് പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ഇതും സബർജല്ലി പെട്ടതാണ്, പക്ഷേ നമ്മുടെ അവിടെ കിട്ടുന്ന സബർജല്ലി ഒരു കോണിക്കൽ ഷേപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നമ്മുടെ അവിടെ കിട്ടുന്ന സബർജല്ലിനേക്കാളും കൂടുതൽ നല്ല മധുരമുണ്ട്, കഴിച്ചാൽ പിന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതാണ് അതിൻ്റെ പറ്റി പറയാനുള്ളത്. പിന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് മുറിച്ച് കഴിയുമ്പോൾ അത് ഇതേപോലെ ഇരിക്കട്ടെ. ഇത് ദൂരെ നോക്കുമ്പോൾ ആപ്പിൾ പോലെയാണ്, പക്ഷെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ സബർജല്ലിയാണ്. ഇതൊക്കെയാണ് ഏഷ്യൻ പിയർ അല്ലെങ്കിൽ ആപ്പിൾ പിയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും വരും, ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിൽ അവർ തെളിയിച്ചതാണ്. അപ്പോൾ കേരളത്തിലും ഇത് പിടിപ്പിക്കേണ്ടതാണ്. അത് കണ്ടമാനം ഫലം തരുന്നതുകൊണ്ട് കണ്ടമാനം ഔട്ട്പുട്ട് കിട്ടും, കണ്ടമാനം തൂക്കം കിൻഡൽ കണക്കിന് കിട്ടുമെന്നാണ് പറയുന്നത് അവരൊരു മരത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് പിടിപ്പിക്കേണ്ടതാണ്, ഇത് പ്രചാരം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏഷ്യൻ പിയർ അല്ലെങ്കിൽ ആപ്പിൾ പിയറിനെ പറ്റിയുള്ള വിശേഷങ്ങൾ.